അക്രമത്തോടും ലഹരിയോടും രാഷ്ട്രീയത്തിനതീതമായ നിലപാടെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അപ്പുറത്തെ പാർട്ടിയിലെ ആളല്ലേ എന്ന രൂപത്തിൽ ആഘോഷിക്കുക എന്ന രൂപത്തിലല്ല അതിനെ കാണേണ്ടത്. അത് കഞ്ചാവ് എന്നൊന്നല്ലല്ലോ, ഇപ്പോൾ കഞ്ചാവൊന്നും അല്ലല്ലോ, അതിനേക്കാൾ അപ്പുറം രാസലഹരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എന്ന് പറയും, ലഹരി ഉപഭോഗമുള്ളത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഈ പിടികൂടുന്നതിൻ്റെയൊക്കെ കണക്ക് കൂടുതൽ വലുതാണ്. നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരു കണ്ണിയാണ്. ഈ കണ്ണി എന്ന് പറയുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും യുവജന സംഘടനകളും മാത്രമല്ല, സ്കൂളുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടിലെ ജനങ്ങൾ, രക്ഷകർത്താക്കൾ, ഇതൊക്കെ ഈ കണ്ണി എവിടെയും മുറിഞ്ഞു പോകാൻ പാടില്ല. ആ കണ്ണി എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത് ഓരോരുത്തരും അവരവരിൽ നിന്ന് തന്നെ ആലോചിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലുകളിലെ വാർഡന്മാർ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും പരിശോധന നടക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ടോ? ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ കൊടുങ്ങുക? അല്ല, അധ്യാപകർ വരെ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ഉപദേശത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഇതിൽ കർക്കശമായ നടപടികളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പല തലത്തിൽ പല രൂപത്തിലാണ് അതിനെ നേരിടേണ്ടത്.